ആദിവയനാട്ടുകുലവൻ ദേവസ്ഥാനമായ കോട്ടച്ചേരി പട്ടരേക്കന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തേംകെട്ടുത്സവത്തിന് മുന്നോടിയായി ജനകീയ നെൽകൃഷി ഇറക്കി. കൂവമ്മളക്കലിനുള്ള നെല്ലൊരുക്കുന്നതിനാണ് ജനപങ്കാളിത്തത്തോടെ നെൽകൃഷി ഇറക്കിയത്. നാടിന്റെ കാവൽ ദേവനായ വയനാട്ടുകുലവന് സമർപ്പിക്കാൻ തുളിച്ചേരി വയലിനെ കാർഷിക സമൃദ്ധമാക്കാൻ ഒരു നാടൊന്നാകെ കൈകോർക്കുന്ന കാഴ്ചയാണ് ജനകീയ നെൽകൃഷിയിലൂടെ കാണാൻ സാധിച്ചത്. ഐതിഹ്യങ്ങൾ കൊണ്ട് പെരുമ നേടിയ ആദ്യ വയനാട്ടുകുലവൻ ദേവസ്ഥാനമായ കോട്ടച്ചേരി പട്ടരകന്നിരാശി വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് 2018 തെയ്യംകെട്ടുത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. തെയ്യംകെട്ടുത്സവത്തിന് മുന്നോടിയായി കൂവമളക്കുന്നതിനായി നെല്ല് സംഭരിക്കാനാണ് തുളിച്ചേരി വയലിൽ ആഭാലവൃദ്ധം ജനങ്ങളും ഒത്തുചേർന്ന് നെൽകൃഷി ഇറക്കിയത്. രണ്ടേക്കർ വയലിലാണ് നെൽകൃഷി ഇറക്കിയത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദാമോദരൻ ജനകീയ നെൽകൃഷി ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് തെയ്യംകെട്ട് മഹോത്സവം അതിന്റെ സംഘാടക സമിതി രൂപേണ യോഗമല്ല ആഗസ്റ്റ് മാസം 13 നടക്കുക. അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. തെയ്യംകെട്ട് മഹോത്സവത്തിന് വേണ്ടിയിട്ട് നാട്ടിലെ ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണങ്ങൾ ലഭിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്നത്തെ ഞാറുടെ കർമ്മത്തിന്റെ പങ്കാളിത്തം. അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാൻ അനവധി നൂറുകണക്കിന് ഞാറുടെ കർമ്മത്തിൽ പങ്കെടുത്ത തൊഴിലാളികൾ അടക്കം അണിനിരത്തിക്കൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാനുള്ള നേതൃത്വപരമായി പങ്കുവഹിക്കാൻ കഴിയുന്നു എന്നത് ഈ തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ വിജയമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗംഗാ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, മുൻ നഗരസഭാ ചെയർമാൻ K വേണുഗോപാൽ നമ്പ്യാർ, അജാനൂർ കൃഷി ഓഫീസർ ആർജിത, കിഴക്കങ്കര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനം പ്രസിഡന്റ് K കണ്ണൻകുഞ്ഞി, വേണുരാജ് കോടോത്ത്, അജാനൂർ വില്ലേജ് ഓഫീസർ സുനിൽ, മടത്തനാട്ട് രാജൻ, തറവാട് കമ്മിറ്റി സെക്രട്ടറി ഗംഗാധരൻ ചാലിങ്കാൽ, ഉമേഷ് സ്ഥാനത്ത്, ഐശ്വര്യകുമാരൻ, സിറ്റി ചാനൽ MD TV മോഹൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേത്രേശന്മാരും ആചാരക്കാരും നടിയിലിന് നേതൃത്വമേകാനെത്തി. പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാനത്തെ വെളിച്ചപ്പാടൻ കുമാരൻ വെളിച്ചപ്പാടൻ ഞാറുനടിയിലിന് തുടക്കമിട്ടു.
നാട്ടിപ്പാട്ടുകളും പഴങ്കഥകളുമായി ഞാറുനടലിനെ സമ്പുഷ്ടമാക്കാൻ മുത്തശ്ശിമാരും എത്തിയിരുന്നു. പുതുതലമുറയും പഴയ തലമുറയും കൈകോർത്ത അപൂർവ നിമിഷങ്ങൾക്കാണ് തുളിച്ചേരി വയൽ സാക്ഷ്യം വഹിച്ചത്. ജൈവകൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യവും ജനകീയ നെൽകൃഷി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും പാട്ടുകൾ പാടിയും കഥകൾ പങ്കിട്ടും നാടിൻ്റെ കാർഷിക തനിമയെ തിരിച്ചുപിടിക്കാനുള്ള കൂട്ടായ്മയ്ക്കാണ് ഇവിടെ തുടക്കമായത്. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ പിണറായി സർക്കാർ മോദിയുടെ ബി ടീം എന്ന